ഡോക്ടർമാർ രോഗികൾക്ക് നൽകുന്ന പ്രിസ്ക്രിപ്ഷനോടൊപ്പം മരുന്നുകളുടെ ദോഷകരമായ പാർശ്വഫലങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമാക്കുന്ന കുറിപ്പ് കൂടി പ്രാദേശിക ഭാഷയിൽ വ്യക്തമായി എഴുതണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ശ്രീ ജേക്കബ് വടക്കഞ്ചേരി ഫയൽ ചെയ്ത റിട്ട് പെറ്റീഷൻ സുപ്രീം കോടതി തള്ളിക്കൊണ്ട് ഉത്തരവായി. ഹർജിക്കാരന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് പ്രശാന്ത് ഭൂഷണിന്റെ വാദങ്ങൾ കേട്ട ശേഷമാണ് ജസ്റ്റിസുമാരായ BR ഗവായിയും KV വിശ്വനാഥനും നവംബർ 14-ന് ഉത്തരവ് പുറപ്പെടുവിച്ചത്. രോഗികൾക്കുണ്ടാകുന്ന ഹാനികരമായ ഫലങ്ങൾ പലതും ഉണ്ടാകുന്നത് മരുന്നുകളുടെ പാർശ്വദോഷങ്ങൾ കാരണമാണെന്നായിരുന്നു ഹർജിക്കാരൻ്റെ വാദം. രോഗികൾ മരുന്നിനെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് വേണം ചികിത്സയ്ക്ക് സമ്മതിക്കാൻ. മരുന്ന് പാക്കേജ് ബോക്സിനുള്ളിൽ ദോഷഫലങ്ങൾ സൂചിപ്പിക്കാനുള്ള കുറിപ്പ് കൂടി വെക്കേണ്ടത് ഫാർമസിസ്റ്റുകളുടെ ബാധ്യതയാണെങ്കിലും ഡോക്ടർമാർക്ക് ഇപ്പോൾ അത്തരമൊരു ഉത്തരവാദിത്തമില്ല. ഹാനികരമല്ലാത്ത മരുന്നുകളുണ്ടെങ്കിലും ചില മരുന്നുകൾക്ക് ഗുരുതരമായ സൈഡ് ഇഫക്ട്സ് ഉണ്ട്. ഇക്കാര്യം കൃത്യമായി അറിയിക്കേണ്ടത് ആവശ്യമാണ്. കാരണം രോഗികൾ ഡോക്ടർമാർ പറയുന്നത് മാത്രമേ ശ്രദ്ധിക്കാറുള്ളൂ, അവർ ഫാർമസിസ്റ്റ് പറയുന്നത് കേൾക്കാറില്ല എന്ന് ഹർജിക്കാരന് വേണ്ടി അഡ്വക്കേറ്റ് പ്രശാന്ത് ഭൂഷൺ വാദിച്ചു. ഇത്തരമൊരു നിർദ്ദേശമുണ്ടായാൽ ഡോക്ടർമാർക്ക് ദിവസം 10-15 രോഗികളെ മാത്രമേ പരിശോധിക്കാൻ കഴിയൂ എന്നും അതിനാൽ ഈ നിർദ്ദേശം പ്രായോഗികമല്ലെന്നുമായിരുന്നു കോടതിയുടെ നിരീക്ഷണം. ഫാർമസികളിൽ എപ്പോഴും തിരക്കാണെന്നും ഇങ്ങനെ വന്നാൽ കൺസ്യൂമർ കേസുകളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുമെന്നും കോടതി നിരീക്ഷിച്ചു. മരുന്നുകളുടെ ഫലങ്ങൾ വ്യക്തമാക്കുന്ന പ്രിന്റ് ചെയ്ത കുറിപ്പ് ഡോക്ടർമാരുടെ കൈവശം ഉണ്ടാകണമെന്നും അത് രോഗികൾക്ക് നൽകണമെന്നും അഡ്വക്കേറ്റ് പ്രശാന്ത് ഭൂഷൺ വാദിച്ചു. രോഗികൾക്ക് വ്യത്യസ്തമായ മരുന്നുകളാണ് കുറിച്ച് നൽകുന്നതെന്നും തങ്ങളെ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൻ്റെ പരിധിയിൽപ്പെടുത്തുന്നതിൽ ഡോക്ടർമാർ അസന്തുഷ്ടരാണെന്നും ജസ്റ്റിസ് ഗവായി പറഞ്ഞു. മരുന്നുകളുടെ കവറിൽ എഴുതിയ നിർദ്ദേശങ്ങൾ നന്നായി വായിച്ചു നോക്കാൻ രോഗികളെ അറിയിക്കുന്ന ബോർഡ് ഫാർമസികൾക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കുക എന്നതായിരിക്കും പ്രായോഗിക നിർദ്ദേശമെന്നായിരുന്നു ജസ്റ്റിസ് വിശ്വനാഥന്റെ അഭിപ്രായം. നേരത്തെ ഡൽഹി ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത ഹർജി കോടതി തള്ളിയതിനെ തുടർന്നാണ് ഹർജിക്കാരൻ സുപ്രീം കോടതിയെ സമീപിച്ചത്.